സ്പിരിച്വൽ ടൂറിസത്തിന് ഭയങ്കരമായ സാധ്യതകളുണ്ട്, മെഡിക്കൽ ടൂറിസത്തിന് ഭയങ്കരമായ സാധ്യതകളുണ്ട്. വിഴിഞ്ഞം നമ്മുടെ കയ്യിലിരിക്കുകയാണ്, അതിനെ മാക്സിമം എക്സ്പാൻഡ് ചെയ്താൽ മതി. ഒപ്പം തന്നെ IT, ഇത് നാലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഇത് നാലും നമ്മൾ നന്നായിട്ട് മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ സൗത്തിലെ ഫിനാൻഷ്യൽ ക്യാപിറ്റലാകാൻ പോലും സാധിക്കും. ഇതോടൊപ്പം തന്നെ എംപ്ലോയ്മെൻറ്റ് ജനറേഷനും ഉണ്ടാകും. അപ്പോൾ ഇത് വികസനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഇത് പറയുമ്പോൾ ഇനി ഒരു കാരണവശാലും സിറ്റിക്കകത്ത് കൂടുതൽ സ്ഥാപനങ്ങൾ വരുത്താൻ ശ്രമിക്കരുത്. ആയാൽ സിറ്റിയുടെ മനോഹാരിത ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഇവിടെ ജീവിക്കാൻ കൺജസ്റ്റഡാവും. ഇനി IT ഡെവലപ്പ് ചെയ്യേണ്ട ആറ്റിങ്ങൽ ഭാഗത്തേക്കാണ്. മലയോര മേഖല കേന്ദ്രീകരിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നെടുമങ്ങാട് കാട്ടാക്കട ഭാഗത്തായിരുന്നു. വിഴിഞ്ഞത്തിൻ്റെ മുഴുവൻ എക്സ്പാൻഷൻ വരേണ്ട കാട്ടാക്കട, നെയ്യാറ്റിൻകര, കളിയിക്കാവിളേറെ ബോർഡർ വരേണ്ടത്. ഈ രീതിയിലുള്ള, അപ്പം ദാറ്റ് മീൻസ് ഒരു റവന്യൂ ജില്ലയുടെ ഏകദേശം ആറ്റിങ്ങൽ ഭാഗം വരെ ഒരു സാറ്റലൈറ്റ് സിറ്റികളായിട്ടോ കോർപ്പറേഷൻ്റെ ഭാഗമായിട്ടോ, ഭാവിയിൽ ചിലപ്പോൾ മുംബൈ കോർപ്പറേഷൻ പോലെയൊക്കെ നമുക്ക് 2-3 ഒക്കെ ആക്കേണ്ടി വരും. ആ രീതിയിലായിരിക്കണം വികസനം. അപ്പോൾ ഒരു 50 വർഷം കഴിയുമ്പോൾ തിരുവനന്തപുരം ഇവിടെ എത്തി. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ശ്രദ്ധിക്കപ്പെടാവുന്ന ഒരു സ്ഥലമായിട്ട്, ലോകം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലമായിട്ടും, ഇപ്പോൾ 2047 ഭാരതം ലോകത്തിൻ്റെ ഏറ്റവും മുൻപിലെത്തണമെന്ന് പറയുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യലി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് തിരുവനന്തപുരത്ത് മാറി. ഇത് കണ്ടുകൊണ്ടുള്ള ഫൗണ്ടേഷൻ ആയിരിക്കാം നമ്മളിപ്പോൾ ഇടേണ്ടത്.